Elements of communication: source, message, channel, receiver, feedback. ഫലപ്രദമായ ആശയവിനിമയത്തിന് അനിവാര്യമായ ഘടകങ്ങളാണിവ. ഈ 5 ഘടകങ്ങളെക്കുറിച്ചും ഇതിനു മുൻപത്തെ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയതുമാണ്. പക്ഷെ തീർന്നിട്ടില്ല. നോയ്സ്, കോണ്ടെക്സ്റ്റ്, ഇഫക്റ്റ്, ഈ 3 ഘടകങ്ങൾ കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതിലേക്ക് കടക്കാം. നോയ്സ് എന്ന് കേൾക്കുമ്പോൾ ശബ്ദകോലാഹലം, ബഹളം എന്നൊക്കെയായിരിക്കും സാധാരണയായി നമ്മുടെ എല്ലാം മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. എന്നാൽ ആശയവിനിമയത്തിൽ നോയ്സ് എന്ന ഘടകത്തിന് കുറെ കൂടി വിപുലമായ അർത്ഥമാണുള്ളത്. ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തുകയോ വികലമാക്കുകയോ ചെയ്യുന്ന എന്തിനേയും നോയ്സ് എന്ന് പറയുന്നു. കേവലം ശബ്ദം, ബഹളം എന്നതിനൊക്കെ ഉപരിയായി ആശയവിനിമയത്തിനുണ്ടാകുന്ന തടസ്സത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. When we hear the word noise, what normally comes to our mind is sound. A sound that is a bit loud, unpleasant, and a disturbing one. But actually, noise in communication has a wider meaning. Noise in communication means anything that disturbs or distorts the communication process. Now, let's discuss about various types of noise that are given in your textbook. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ 4 തരം തടസ്സങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തേത് മാർഗതടസ്സം, ചാനൽ നോയ്സ്. ആശയവിനിമയ മാർഗത്തിലുണ്ടാകുന്ന തടസ്സമാണ് മാർഗതടസ്സം. മാർഗം എന്നുദ്ദേശിക്കുന്നത് എന്താണ്? പ്രേക്ഷകനിൽ നിന്ന് സന്ദേശം സ്വീകർത്താവിലെത്തുന്ന മാർഗം ഏതാണ്? മാധ്യമം അല്ലേ? അപ്പോൾ മാധ്യമത്തിലുണ്ടാകുന്ന തടസ്സമാണ് ഇവിടെ മാർഗതടസ്സം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിന് നിരവധി ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് തന്നെ നൽകാൻ സാധിക്കും. അധ്യാപകർ നടത്തുന്ന ഓൺലൈൻ ക്ലാസുകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്താറുണ്ടോ? ചിലർക്കെങ്കിലും ചില മാർഗതടസ്സങ്ങൾ ഉണ്ടാകുന്നില്ലേ? അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിനുണ്ടാകുന്ന കേടുപാടുകൾ, മോശപ്പെട്ട വൈഫൈ കണക്ഷൻ, ടെലിവിഷനാണെങ്കിൽ സിഗ്നൽ തകരാറുകൾ, അല്ലെങ്കിൽ വൈദ്യുതി തടസ്സപ്പെടുക, ഇതെല്ലാം മാർഗതടസ്സത്തിന് ഉദാഹരണമാണ്. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ബഹുഭൂരിപക്ഷം കുട്ടികളും ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ് അല്ലേ? ഞാൻ ഈ പറയാൻ പോകുന്ന സന്ദേശങ്ങൾ നിങ്ങൾ ഫോണിലൂടെ എപ്പോഴെങ്കിലുമൊക്കെ കേട്ട് കാണും. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. The person you are trying to call is not reachable. Or the subscriber you are calling is out of coverage area. ഇവിടെ നിങ്ങൾ വിളിക്കുന്ന വ്യക്തി നെറ്റ്വർക്ക് പരിധിക്ക് പുറത്തായതിനാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടുവാനോ സന്ദേശം കൈമാറാനോ സാധിക്കുന്നില്ല. മാധ്യമത്തിലാണ് ഇവിടെ തടസ്സമുണ്ടായിരിക്കുന്നത്. അതിനാൽ ഇതും മാർഗതടസ്സമായി കണക്കാക്കാം. So, any disturbance that occurs to the medium of communication is considered as channel noise. You know what is medium? Medium or channel is the path or the route through which the message is transmitted to a receiver. So, any disturbance occurs to that medium is called channel noise. Faulty media, network problems, weak signals resulting in poor reception are all examples for channel noise. The next is psychological noise. മനഃശാസ്ത്രപരമായ തടസ്സം. Just imagine a situation that you quarrel with your best friend who is sitting next to you in class and you are emotionally very much upset. The next period, your teacher comes to your class and starts teaching.
Could you concentrate on what she is teaching? No. Why? Because you are totally upset. You are emotionally disturbed. This emotional disturbance acts as noise in communication, and it is called psychological noise. അപ്പോൾ ആത്മാർത്ഥ സുഹൃത്തുമായി വഴക്കിട്ട് ക്ലാസ്സിലിരിക്കുമ്പോൾ അധ്യാപിക പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നു. ഇവിടെ അധ്യാപിക പ്രേക്ഷകനും നിങ്ങൾ സ്വീകർത്താവുമാണ്. വഴക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായ വൈകാരിക പ്രശ്നങ്ങൾ മൂലം അധ്യാപിക പഠിപ്പിക്കുന്ന ആശയം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നു. ഇത് മനഃശാസ്ത്രപരമായ തടസ്സത്തിന് ഉദാഹരണമാണ്. തൊഴിലിനായുള്ള അഭിമുഖത്തിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥിക്കുള്ള ഭയം മനഃശാസ്ത്രപരമായ തടസ്സത്തിന് മറ്റൊരു ഉദാഹരണമാണ്. Candidates' fear while attending a job interview is another example for psychological noise. So, any disturbance that affects the psyche of the participants of a communication process is called psychological noise. Example: emotional disturbances like fear, anxiety, etc. ആശയവിനിമയ പ്രക്രിയയിൽ ഏർപ്പെടുന്ന വ്യക്തികളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതെന്തും മനഃശാസ്ത്രപരമായ തടസ്സമായി കണക്കാക്കാം. ഉദാഹരണം: ഭയം, ഉത്കണ്ഠ തുടങ്ങിയ വൈകാരിക പ്രശ്നങ്ങൾ. അടുത്തത് നോക്കാം. സെമാന്റിക് നോയ്സ്. ഇത് ഭാഷാപരമായ തടസ്സത്തെയാണ് ഉദ്ദേശിക്കുന്നത്. പരിചിതമല്ലാത്ത ഭാഷ, സങ്കീർണമായ വാക്യം, തെറ്റായ ചിഹ്നം, തെറ്റായ വ്യാകരണം ഇതൊക്കെ ഭാഷാപരമായ തടസ്സത്തിന് ഉദാഹരണങ്ങളാണ്. Any problem related to language is semantic noise. Example: unfamiliar language, long complex sentences, punctuation marks which are wrongly placed or omitted, poor grammar, etc. create semantic noise. For instance, a foreigner approaches a native and asks something in French. The native person doesn't know French. So communication is not taking place here effectively. Reason: unfamiliar language. This barrier in communication is called semantic noise. ഇനി യഥാസ്ഥാനത്ത് ചിഹ്നമിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഈ ഒരു വാക്യം നോക്കൂ. ലെറ്റ്സ് ഈറ്റ് ഹണി. ഒരു വ്യക്തി വളരെ സ്നേഹത്തോടെ പറയുകയാണ്, ഹണി, നമുക്ക് ഭക്ഷണം കഴിക്കാം. രണ്ടാമത്തെ വാക്യം നോക്കൂ. ഇതിൽ ഒരു കോമയിടാൻ വിട്ടുപോയി. ലെറ്റ്സ് ഈറ്റ് ഹണി. നമുക്ക് തേൻ ഭക്ഷിക്കാം. ഒരു കോമയിടാത്തതിനാൽ അർത്ഥം പാടെ മാറിപ്പോയി. ഭാഷാപരമായ ഇത്തരം പ്രശ്നങ്ങൾ ആശയവിനിമയത്തെ സാരമായി ബാധിക്കും. ഇതിന് നമ്മൾ എന്തു പറയും? സെമാന്റിക് നോയ്സ്. ഏതായാലും ഈ ഒരു ഉദാഹരണം നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതണമെന്നില്ല. എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അടുത്തത് കോണ്ടെക്സ്ച്വൽ നോയ്സ്. സാന്ദർഭികമായ തടസ്സം. എല്ലാ സന്ദർഭത്തിലും ഒരുപോലെ ആശയവിനിമയം നടത്താൻ സാധിക്കില്ല. സന്ദർഭം തന്നെ പലപ്പോഴും ആശയവിനിമയത്തിന് തടസ്സമായി വരാം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഗൗരവമേറിയ ചർച്ചകൾ നടക്കുന്ന ഔദ്യോഗിക യോഗത്തിൽ സ്വകാര്യ സംഭാഷണം സാധ്യമല്ലല്ലോ. അതുപോലെ വിവാഹം നടക്കുന്ന വീട്ടിലെ പോലെ ചിരിച്ചും ബഹളം വെച്ചും മരണവീട്ടിൽ പെരുമാറാൻ സാധിക്കില്ലല്ലോ. ഇങ്ങനെ പലപ്പോഴും സന്ദർഭം തന്നെ ആശയവിനിമയത്തിന് തടസ്സമാകാറുണ്ട്. ഇതാണ് കോണ്ടെക്സ്ച്വൽ നോയ്സ്. Context itself acts as a barrier to communication in certain situations. As an example, we can say that
Casual talks have no space in an official meeting. അപ്പോൾ നോയ്സ് എന്ന ഘടകത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്കുണ്ടായി എന്ന് കരുതട്ടെ. എന്താണ് നോയ്സ്? വിവിധ തരത്തിലുള്ള നോയ്സ് ഉദാഹരണ സഹിതം വിശദീകരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നല്ലപോലെ മനസ്സിലാക്കി പഠിക്കണം. നോയ്സിന് ശേഷം ആശയവിനിമയത്തിലെ അടുത്ത ഘടകമായി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് സന്ദർഭമാണ്. സന്ദർഭം അഥവാ കോണ്ടെക്സ്റ്റ്. Context in communication is the situation where the communication is taking place. The nature of communication changes based on the context. For example, your behavior in classroom is entirely different from that of a playground, right? ആശയവിനിമയം നടക്കുന്ന സ്ഥലത്തെ അഥവാ സാഹചര്യത്തെയാണ് സന്ദർഭം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സന്ദർഭമാണ് ആശയവിനിമയത്തിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. സന്ദർഭത്തിനനുസരിച്ച് ആശയവിനിമയ രീതിക്കും മാറ്റങ്ങളുണ്ടാകാം. ഇവിടെ 2 സാഹചര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്: ക്ലാസ് മുറിയും കളിസ്ഥലവും. സാഹചര്യമനുസരിച്ച് രണ്ടിടത്തും വ്യത്യസ്തമായ രീതിയിലാണ് കുട്ടികൾ പെരുമാറുന്നതും. Now, let's move on to the last element of communication which is given in your textbook, that is effect. Effect is the consequence of the communication process. Effect can either be positive or negative. If the response of the receiver is as desired by the source, then we can say that the communication has a positive effect. That communication becomes successful. If it is the other way around, then we can say that it has a negative effect. That communication is not successful at all. ആശയവിനിമയത്തിൻ്റെ പരിണിത ഫലമാണ് ഇഫക്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ പ്രഭാവം എന്ന് നൽകിയിട്ടുണ്ട്. ആശയവിനിമയത്തിന് അനുകൂലമോ പ്രതികൂലമോ ആയ ഫലങ്ങൾ ലഭിക്കാം. പ്രേക്ഷകൻ നൽകുന്ന ആശയങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തി അവ കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് അനുകൂലമായ ഫലം ലഭിക്കുന്നത്. ഇവിടെ ആശയവിനിമയം വിജയകരമായി എന്ന് പറയാം. ഇനി സ്വീകർത്താവിന് ആശയങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലോ പ്രതികൂലമായ ഫലമായിരിക്കും ലഭിക്കുക. വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന വിഷയമാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ വീഡിയോകൾ നിങ്ങൾ പല ആവർത്തി കണ്ടു എന്ന് കരുതുക. ഇനി ഈ വിഷയത്തിൽ നിങ്ങൾ ഒരു പരീക്ഷ എഴുതുന്നു. ആ പരീക്ഷയിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും നേടാനായാൽ അനുകൂലമായ ഫലം ലഭിച്ചു എന്ന് പറയാം. ഞാൻ നിങ്ങളുമായി നടത്തിയ ആശയവിനിമയം വിജയകരമായിരിക്കുന്നു. ഇനി മറിച്ച് നിങ്ങൾക്ക് മാർക്ക് തീരെ കുറവായാൽ ഞാൻ പറഞ്ഞ ആശയങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാനായില്ല എന്ന് സാരം. ഇവിടെ പ്രതികൂലമായ ഫലമാണ് ലഭിക്കുന്നത്. എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇത് പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ടൈം.